നമസ്കാരം സർ. കഴിഞ്ഞ ദിവസം നമ്മുടെ വഖഫ് ഭേദഗതി ബില്ല് പാസാക്കിയതിന് ശേഷം മുൻപത്തെ ജനങ്ങളുടെ ആഹ്ലാദ പ്രകടനം നമ്മളൊക്കെ കണ്ടതാണ്. അവരൊരു രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമല്ല, ഒരു പാർട്ടിയിലെയും അംഗങ്ങളല്ല. കീഴ്പ്പാട് സന്തോഷം പങ്കുവയ്ക്കുന്ന വളരെ പ്യൂർ ആയിട്ടുള്ള കുറച്ച് മനുഷ്യരെയാണ് നമ്മൾ അവിടെ കണ്ടത്. അവർ മാത്രമല്ല, അവർ കഴിഞ്ഞ ദിവസം ഈ ആഹ്ലാദ പ്രകടനത്തിനോടൊപ്പം അവർ ഒരാൾക്ക് ഹൃദയം തൊട്ട് നന്ദി അറിയിക്കുകയാണ്. വേറെ ആർക്കുമല്ല, നമ്മുടെ സുരേഷ് ഗോപി എംപിക്ക്. അവർ പറയുന്നത് അത്രയും സുരേഷ് ഗോപി എം പി ആണ് ഈ ഒരു വിഷയം കൃത്യമായി കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. കേന്ദ്രത്തിന് മുന്നിൽ ഈ വിഷയം അഡ്രസ് ചെയ്യാൻ സുരേഷ് ഗോപി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. നമുക്ക് അവരുടെ ആഹ്ലാദ പ്രകടനത്തിന്റെ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. ശരിയാണ് നീതു. അത് ദൃശ്യങ്ങൾ കണ്ടിട്ട് ഈ പറയുന്ന അവരുടെ ആഹ്ലാദത്തിന് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം പ്രതീക്ഷ നഷ്ടപ്പെട്ട് ആത്മഹത്യയിലേക്ക് പോകണോ വേണ്ടായോ എന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു ജനതയ്ക്ക് ഒരു പുതിയ ജീവിതം, പുതുജന്മം നൽകിയിരിക്കുകയാണ് ഇന്നലെ. അത് ഇന്നോടുകൂടി അത് പൂർണ്ണമാകത്തുള്ളൂ. ഇന്നലെ ലോക്സഭയിൽ പാസ്സായി, ഇന്ന് രാജ്യസഭയിൽ പാസ്സായി, അത് നിയമമാവും, പാർലമെന്റിൽ നിയമമായിട്ട് മാറുമ്പോൾ അതിനകത്ത് കിരൺ റിജ്ജു പറഞ്ഞിട്ടുണ്ട്, പലവട്ടം ആവർത്തിച്ച് വഖഫ് നിയമ ഭേദഗതി ഈ പറയുന്ന മുനമ്പത്തുകാർക്ക് ആശ്വാസമാകും, അതോടുകൂടി മുനമ്പം വിഷയം തീരും. ഈ സമയത്ത് ഇവിടുത്തെ ഈ പറയുന്ന ഈ 19 എംപിമാരും ഇടതുപക്ഷത്തിന്റെ ഒരാളും വലതുപക്ഷത്തിന്റെ ഒരാളും, ഇവരെല്ലാം വലതുപക്ഷത്തിന്റെ എംപിമാർ ഇവിടെ ജയിക്കുന്നതെന്ന് ആർക്ക് ചോദിച്ചാലും അറിയാം. എന്നിട്ട് എത്ര ക്രിസ്ത്യൻ എംപിമാരുണ്ടെന്നൊക്കെ ഉള്ളതിനെ പറ്റി നമുക്കറിയാമല്ലോ. ഇവര് ജയിക്കുന്നതും ഇവരെ ജയിപ്പിക്കുന്നതും വളരെ പ്രധാനപ്പെട്ട ഇവരുടെ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഭാഗമായ ക്രിസ്ത്യാനികളോ. ഇപ്പോൾ ക്രിസ്ത്യാനി വേണ്ട, ഹിന്ദു വേണ്ട, മുസ്ലിം വേണ്ട, പൊതുവായിട്ടുള്ള ജനത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടത്, ഒരാളുടെ മൗലികമായ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി നിൽക്കേണ്ടത്. അതൊരു പാർട്ടി ആയാലും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ MP ആയാലും MLA ആയാലും ഒക്കെ ആയാലും ചെയ്യേണ്ടത്. ജനാധിപത്യ സംവിധാനത്തിൽ കൂടി ഭരണഘടന തൊട്ട് അധികാരത്തിൽ വരുന്നത് തന്നെ ആ പറയുന്ന പ്രജകൾ എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രശ്നമാണ് കേട്ടോ. പ്രജയെന്ന് നമുക്ക് പറയാൻ പറ്റും. പ്രജയെന്ന് പറഞ്ഞ അർത്ഥത്തിന് വലിയ വലുപ്പത്തിൽ നിങ്ങൾ പരിശോധിക്കുമ്പോൾ അതിന് വേറെ അർത്ഥം. പ്രജയെന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിയെ ക്രൂശിച്ചതാണ്. പ്രജയൊന്നും പറയാൻ പാടില്ല, ഇയാള് ബ്രാഹ്മണനാണല്ലോ, ഏതൊക്കെ രീതിയിൽ അയാളെ മോശമാക്കാൻ നോക്കി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഈ പ്രജകളുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കുന്നതാ. പ്രജകളുടെ താല്പര്യത്തിനനുസരിച്ച് നിന്നോ? പിടിച്ചുപറിക്കാരന്റെ കൂടെയല്ലേ നിന്നത്? ആ പിടിച്ചുപറിക്കാരന്റെ കൂടെ നിന്നപ്പോൾ, അവരുടെ സ്വത്ത് പിടിച്ചുപറിച്ചപ്പോൾ അവർ പ്രതീക്ഷയോട് കൂടി പലവട്ടം ചെന്നത് ഈ പറയുന്ന കോൺഗ്രസ്സുകാരന്റെ അടുത്തല്ലേ, അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാരന്റെ അടുത്തല്ലേ, അവർ വോട്ട് ചെയ്ത MP യുടെ അടുത്തല്ലേ? എന്നിട്ട് എന്തെങ്കിലും ഗതി ഉണ്ടായ 5 കൊല്ലം കൊണ്ട് വസ്തുവിന് കരമടയ്ക്കാൻ പറ്റാതെ വസ്തു അല്ലെങ്കിൽ വഖഫുകാർക്ക് വേണമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ വസ്തു അവരുടെ ഭാഗമാണെന്ന് കണ്ട് താലൂക്ക് ഓഫീസിലും വില്ലേജ് ഓഫീസിലും എല്ലായിടവും കയറി ഇറങ്ങി. ഈ ജനപ്രതിനിധികളുടെ അടുത്തെല്ലാം ചെന്നു, ഭരണപക്ഷത്തിന്റെ അടുത്ത് ചെന്നു, CPM-ന്റെ അടുത്ത് ചെന്നു, CPI-യുടെ അടുത്ത് ചെന്നു, കോൺഗ്രസിന്റെ അടുത്ത് ചെന്നു. CPI-യും CPM-ഉം കൂടെ ഒത്തുകൂടി അവിടുത്തെ കാര്യത്തിനകത്ത് അഭിപ്രായം പറയാൻ പറ്റത്തില്ല. ആലോചിച്ചപ്പോൾ നമ്മൾ ഇവർക്ക് വേണ്ടി അഭിപ്രായം പറഞ്ഞ, ഈ മത്സ്യത്തൊഴിലാളികൾക്കോ 300 കുടുംബത്തിന് വേണ്ടി അഭിപ്രായം പറഞ്ഞ, നാളെ കാലത്ത് നമ്മളെ election നിൽക്കണ്ടല്ലേ? നമ്മളെ election എന്നാൽ മുസ്ലിങ്ങൾ നമുക്ക് വോട്ട് ചെയ്യുമോ? മാത്രമല്ല, ഈ പാവം പിടിച്ച കടലിൽ പോകുന്നവന് ഇവനെന്താ മാർഗമുണ്ട്? ഇവന്റെ കുടുംബം പോയാലെന്തോ, കുളം തോണ്ടിയാലെന്തോ, മറ്റവരുടെ കൂടെ വന്നാൽ ഇച്ചിരി കാശൊക്കെ മേടിച്ച് ചിക്കിലിയൊക്കെ ഉണ്ടാക്കി ജീവിക്കാം. ആൾക്കാര് election നിൽക്കുമ്പോൾ 1-2 കോടി രൂപ ചോദിച്ചാൽ തരും, അവരുടെ താല്പര്യം അനുസരിച്ച് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ ഒരു ദിവസം ആരോ പറഞ്ഞു, ഒരു ഫോൺ ചെയ്തു, വൈകിട്ട് 8:30-ക്ക് ഫോൺ ചെയ്തു സുരേഷ് ഗോപിയെ. പുള്ളി ഫോൺ എടുത്തു. അവിടുന്ന് ഒരു സ്ത്രീ, അതിന്റെ സമരസമിതിയുടെ ഒരു സ്ത്രീയാണെന്ന് തോന്നുന്നു, ഫോൺ നമ്പർ കൊടുത്തിട്ട് പള്ളിയിലച്ഛനാ കൊടുത്തത്. ഇവരെയൊക്കെ വിളിക്കണമെങ്കിൽ എത്ര പേരുടെ ശുപാർശ വേണം? ആ മനുഷ്യനെ വിളിച്ചു ഫോൺ എടുത്തിട്ട് പറഞ്ഞു, നാളെ ഞാൻ അതുവഴി വരാം. ഏതോ ഒരു പരിപാടിക്ക് പോകുമ്പോൾ ഈ മനുഷ്യൻ അതുവഴി പോകുന്നു. അതുവഴി പോകുമ്പോൾ ഇദ്ദേഹത്തിന്റെ കയ്യിൽ എങ്ങാണ്ട് ഒരു പള്ളിയിൽ കയറിയപ്പോൾ ആരാണ്ട് ഒരു പ്രതിമ കൊടുത്തു, ഒരു മാതാവിന്റെ പ്രതിമ കൊടുത്തു. ആ പ്രതിമ പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പം ഈ ആൾക്കാരുടെ കൂട്ടായ്മ, അവരുടെ ഇരിച്ചിലും അവരുടെ നിവൃത്തികേടും അവരുടെ കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ അദ്ദേഹം ഈ പ്രതിമ അവിടെ വെച്ചിട്ട് പറഞ്ഞു, ഈ പ്രതിമ എനിക്ക് ഒരു പള്ളിയിലച്ഛൻ തന്നതാ, എനിക്ക് വീട്ടിൽ കൊണ്ടുവെക്കാൻ. ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുവന്നില്ല, ഇവിടെ വെക്കുന്നു. ഈ പ്രതിമ ഇവിടെ വെച്ചിട്ട് ഞാൻ പറയുന്നു, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ കൂടെ ബാക്കിയുള്ള MP-മാരോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ പറയുന്നത് പോലെയല്ല. ഞാൻ മുനമ്പത്തുകാരുടെ വിഷയത്തിന് നിങ്ങളുടെ സ്വത്തും സമ്പത്തും പോകുന്നതിന്റെ വിഷമത്തിന്റെ കൂടെ ഇതിന്റെ അവസാനം വരെ ഉണ്ടാവുമെന്ന് അന്ന് അവിടെ നിന്ന്
അല്ലെങ്കിൽ ശപഥം ചെയ്ത് ഇറങ്ങുന്ന സുരേഷ് ഗോപി പറയുമ്പോഴാണ് മുനമ്പം വിഷയം എന്ന് പറയുന്ന ഒരു വിഷയം കേരളത്തിലുണ്ട്, ഇത്രയും പേരുടെ വസ്തു പോകുന്നു, അല്ലെങ്കിൽ 100-300 പേരുടെ വസ്തു നഷ്ടപ്പെടുന്നു, 600 കുടുംബത്തിനകത്ത് 200 കുടുംബങ്ങളായിരുന്നു ഹിന്ദു കുടുംബങ്ങളുണ്ടെന്നും അവരെ ആരും സഹായിക്കാനില്ലെന്നും അവരെ വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നില്ലെങ്കിൽ അവരുടെ സ്വത്തും സമ്പത്തും എല്ലാം നഷ്ടപ്പെടുന്നു എന്ന് മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നത്. അതുവരെ ഈ മാധ്യമങ്ങൾ ഉൾപ്പെടെ മറച്ചു പിടിച്ചു. എന്തുണ്ടെങ്കിലും അണ്ണാൻ വെള്ളത്തിൽ വീണാൽ പോലെയുള്ള കാര്യങ്ങൾ വലിയ വലിപ്പത്തിൽ അണ്ണാൻ എങ്ങനെയാണ് വീണത്, മേളിൽ നിന്ന് ഒരു കൊമ്പിൽ നിന്ന് അങ്ങോട്ട് ചാടിയപ്പോൾ അണ്ണാന്റെ കാല് വഴുതി താഴെ വെള്ളത്തിൽ വീണു എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തിട്ട് ഈ വ്യൂവേഴ്സിനെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇവർ എന്തുകൊണ്ടോ മുനമ്പത്തുകാർ 5 കൊല്ലം കൊണ്ട് അവരുടെ സ്വത്തും സമ്പത്തും പോകുന്നു, അവർ വില കൊടുത്ത് മേടിച്ച സ്വത്ത് വഖഫ് നിയമത്തിന്റെ പേരിൽ അവരുടെ നിന്ന് കയ്യേറ്റാൻ ശ്രമിക്കുന്നു, അതിന് വലിയൊരു നിഗൂഢ സംഘം പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം പലയിടത്തും ചെന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ മെയിൻ സ്ട്രീം മീഡിയ ഉൾപ്പെടെ മനോരമ ഉൾപ്പെടെ മറച്ചു പിടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നതെന്ന് പറഞ്ഞാൽ കേന്ദ്രമന്ത്രി മുനമ്പത്തി എന്നപ്പോഴാണ്. അന്ന് തുടങ്ങി മുനമ്പത്തുകാരുടെ നല്ല കാലം. അത് ഏറ്റെടുത്തു പലരും, അത് ചർച്ചയായി. ഇവിടുത്തെ കോൺഗ്രസ്സുകാരൻ ചെല്ലേണ്ടി വന്നു, മാർക്സിസ്റ്റുകാരൻ ചെല്ലേണ്ടി വന്നു, കമ്മീഷനെ വെക്കേണ്ടി വന്നു, കള്ളം പറഞ്ഞാണെങ്കിലും ഞാൻ നിങ്ങളുടെ കൂടെയാണെന്ന് വന്നു. ഏറ്റവും അവസാനം ഇന്നലെ ഇവർ ഈ പറയുന്നതെല്ലാം കള്ളത്തരമാണെന്നും മുനമ്പത്തുകാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും മുനമ്പത്തുകാർക്ക് രക്ഷ വേണമെങ്കിൽ BJP ഇപ്പൊ പറയുന്ന വഖഫ് നിയമ ഭേദഗതി ബില്ല് സഭയിൽ കൊണ്ടുവന്നാൽ മാത്രമേ സാധിക്കത്തുള്ളൂ എന്ന് കണ്ട് KCBC ഇന്നലെ അഭിപ്രായം പറഞ്ഞില്ലേ? അഭിപ്രായത്തിനനുസരിച്ച് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ വളരെ പുച്ഛത്തോടുകൂടി മുനമ്പത്തുകാരുടെ MP ഉൾപ്പെടെയുള്ളവർ ഇന്നലെ പാർലമെന്റിൽ മുനമ്പത്തിനെതിരെ പറഞ്ഞു. അന്നേരവും മുനമ്പത്തിന്റെ MP ഹൈബി ഈഡൻ പറഞ്ഞത് ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെ കൊണ്ട് തെറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. എന്തുവാ ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും വേണ്ടി തെറ്റിക്കാൻ വേണ്ടിയുള്ള ശ്രമം? അവർ കാശ് കൊടുത്ത് മേടിച്ച വസ്തു അവരുടേതാണ്, അവർക്ക് തിരിച്ചു കൊടുക്കണമെന്ന് അവർ പറയുമ്പോൾ അതിന്റെ കൂടെ നിൽക്കുകയാണോ വേണ്ടത്? ഏതെങ്കിലും ഒരു വഖഫ് നിയമം അനുസരിച്ച് ഇത് ഞങ്ങളുടെ ഭൂമിയാണ് ഒരു രേഖയും ഇല്ലാതെ പറയുമ്പോൾ അതിന്റെ കൂടെ നിൽക്കുകയാണോ വേണ്ടത്? അതാണോ ക്രിസ്ത്യാനി മുസ്ലിങ്ങളെ കൂടെ BJP തെറ്റിക്കാൻ ശ്രമിച്ചത്? മുനമ്പത്തുകാരുടെ മത്സ്യത്തൊഴിലാളികളെ കൂടും കുടുംബവും പോകുന്നതിന് വേണ്ടിയുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാതെ അവരുടെ ഭാഗത്താണ് ശരി, ആ ശരി ഇപ്പൊ പരിഹരിക്കണമെങ്കിൽ നിങ്ങൾ പണ്ട് വ്യാജമായി പാസാക്കിയ അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായി പാസാക്കിയ ഭൂമി കയ്യേറ്റത്തിന് അനുകൂലിക്കുന്ന ഒരു ബില്ലുണ്ട്, ആ ബില്ലിന് തിരുത്തൽ വരുത്തണം എന്ന് പറഞ്ഞ് മുനമ്പത്തുകാരെ ബോധ്യപ്പെടുത്തുകയാണോ ഇതിനകത്ത് ക്രിസ്ത്യാനി മുസ്ലിമും തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത്? ക്രിസ്ത്യാനി മുസ്ലിമിനെ തെറ്റിദ്ധരിപ്പിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. ആ മുസ്ലിമിന്റെ വഖഫിന്റെ പേരിൽ ഈ പാവം പിടിച്ചവന്റെ ഭൂമി പിടിച്ചെടുക്കുന്നത് ശരിയല്ലെന്ന് പറയാനുള്ള കെൽപ്പ് നിങ്ങൾക്കില്ല. അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ ഒരു പ്രതിപക്ഷ നേതാവ്, അങ്ങനെ പറഞ്ഞില്ല, അതിന്റെ അടുത്ത് വരത്തക്ക രീതിയിൽ പറഞ്ഞ പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത് ET മുഹമ്മദ് ബഷീറും വിപ്ലവം ഷാജിയും കൂടെ പറഞ്ഞതാണ് ഇനി അങ്ങനെ പറയേണ്ടത് മുനമ്പത്തുകാരുടെ ഭൂമി അല്ല, അത് വഖഫിന്റെ ഭൂമിയാണ്. ആ രീതിയിലുള്ള നിലപാടെടുക്കുന്നത് ശരിയല്ലെന്ന് പറയുന്നവരുടെ കൂടെ നിൽക്കാൻ തന്റെ ഇടമില്ലാതെ അവിടുത്തുകാരുടെ വോട്ട് മേടിച്ച് അധികാരത്തിൽ വളരെ കൂടുതൽ കാലമായിട്ട് വന്നിട്ടുള്ള നിങ്ങൾ ഇന്നലെ പാർലമെന്റിൽ ഒരു അവസരം വന്നപ്പോൾ നിങ്ങൾ ഇതിനെ മുനമ്പത്തെ വിഷയത്തെ വഴിതിരിച്ചു വിടാനാണ് വീണ്ടും ശ്രമിച്ചത്. മുനമ്പത്തെ വിഷയത്തെക്കാട്ടി നിങ്ങൾ പറഞ്ഞത് അയ്യോ പള്ളി പൊളിച്ചു, മുനമ്പത്തെ വിഷയം പറയുന്നതിന് പകരം മണിപ്പൂരിലെ പള്ളി പൊളിച്ച വിഷയമല്ലേ നിങ്ങൾ പറഞ്ഞത്? അല്ലെങ്കിൽ ഈ BJP-കാരന് ക്രിസ്ത്യാനിയെ കൊന്നുമില്ലെന്ന ആൾക്കാരാണെന്ന് നിങ്ങൾ പറഞ്ഞത്. നാളെ കാലത്തെ BJP നിങ്ങളെ കൈകാര്യം ചെയ്യും എന്നുള്ള ഭീതിയല്ലേ നിങ്ങൾ ഇപ്പോഴും പരത്തുന്നത്? അപ്പൊ ഇതൊക്കെ മാറ്റി നിർത്തിയിട്ട് അവർ ഇന്നലെ ആഹ്ലാദ പ്രകടനം നടത്തി. ഒരുപക്ഷെ തൃശ്ശൂരാണ് നമ്മൾ പൂരം കണ്ടിട്ടുള്ളത്, ഇന്നലെ മുനമ്പത്ത് പൂരം ഉണ്ടായിരുന്നു. 1 മണിക്ക് വെടി പൊട്ടിച്ചു, അവർ മുദ്രാവാക്യം വിളിച്ചു, സുരേഷ് ഗോപിക്ക് വിളിച്ചു, അമിത്ഷായ്ക്ക് വിളിച്ചു, നരേന്ദ്രമോദിക്ക് വിളിച്ചു, ഈ പറഞ്ഞ ഷോൺ ജോർജിന് വിളിച്ചു, രാജീവ് ചന്ദ്രശേഖരന് വിളിച്ചു, അതുപോലെ PC ജോർജിന് വിളിച്ചു. ആൾക്കാർ കേട്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ വൈറലാണ്, കേട്ടാൽ മതി. അപ്പം അവർക്ക് മനസ്സിലായി അവിടെ ഒരേ ഒരു രക്ഷകൻ എന്ന് പറഞ്ഞ ക്രിസ്ത്യാനികൾ വിചാരിക്കുന്ന ആരെയാണെന്നാൽ യേശു ക്രിസ്തുവിനാണ്. ഇപ്പം ആ രക്ഷകന്റെ രൂപത്തിൽ അല്ലെങ്കിൽ യേശുവിന്റെ രൂപത്തിൽ അവർക്ക് കാണുവാൻ സാധിച്ചത്, പാർലമെന്റിൽ അവർക്ക് വേണ്ടി സംസാരിച്ചത് ഈ 19 MP-മാരെ എതിർത്തപ്പോൾ, രാധാകൃഷ്ണൻ ഇന്നലെ എതിർത്തപ്പോൾ, അല്ലെങ്കിൽ ബാക്കിയുള്ള 18 കോൺഗ്രസിന്റെയും ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെയും മാണി ഗ്രൂപ്പിന്റെയും ഒക്കെ MLA-മാർ അല്ലെ MP-മാർ എതിർത്തപ്പോൾ ഒരേ ഒരു രക്ഷകൻ, മുനമ്പത്തുകാർക്ക് ആഹ്ലാദം, അവരുടെ ഭൂമി തിരിച്ചു കിട്ടി, അവരുടെ ഭൂമി തിരിച്ചു കൊടുത്തത് BJP ആണ്. അതുകൊണ്ട് ഇതുവരെ രാഷ്ട്രീയം ഒന്നുമില്ല എന്ന് നീതു പറഞ്ഞ ഇന്നലത്തെ അവരുടെ മുദ്രാവാക്യവും ആവേശവും ഒക്കെ കാണുമ്പോൾ നാളെ അവർ സുരേഷ് ഗോപിയുടെ കൂടെയാണ്, നാളെ അവർ രാജീവ് ചന്ദ്രശേഖരന്റെ കൂടെയാണ്, നാളെ അവർ മോദിയുടെ കൂടെയാണ്, നാളെ അവർ അമിത്ഷായുടെ കൂടെയാണ്. അതിന്റെ അർത്ഥം അവർ BJP ആണ്. അതിനു വേണ്ടിയാണ് അവർ മെനഞ്ഞാന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഒരു വിഷയം, നിലനിൽപ്പിന്റെ വിഷയം, സാധാരണക്കാരന്റെ വിഷയം, മത്സ്യത്തൊഴിലാളിയുടെ വിഷയം, ഭൂമിയുടെ വിഷയം
കിടപ്പാടത്തിന്റെ വിഷയം, ഇതിന്റെ കാര്യം വരുമ്പോൾ ആ ഭേദഗതിയുടെ വരുമ്പോൾ നിങ്ങൾ ആ ഭേദഗതിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർ ചെയ്തില്ല. അവർ ഇന്നും പിടിച്ചുപടിക്കാരന്റെ കൂടെ നിന്നു, മുനമ്പത്തുകാരെ പറ്റിച്ചു, വീണ്ടും പറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. മുനമ്പത്തുകാർ ഇനിയും ഹൈബി ഈഡൻ അവിടെ ചെന്നാൽ എന്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഒരു സാധാരണക്കാരന്റെ വികാരം അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളിയുടെ വികാരം അനുസരിച്ച് പങ്കായമെടുത്ത് ഹൈബി ഈഡനെ അവിടെ ഓടിക്കും. ഇനിയും ഹൈബി ഈഡൻ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് മുനമ്പത്ത് ചെല്ലാതിരിക്കുന്നതായിരിക്കും വൃത്തി. കാരണം മത്സ്യത്തൊഴിലാളികൾ അത്തരത്തിലുള്ള ആൾക്കാരിന് കൊടുത്താൽ ചങ്ക് പറിച്ചവർ കൊടുക്കും. അവർ ശത്രുവായിട്ട് കണ്ടാൽ അവൻ അതേ രീതിയിലും കൈകാര്യം ചെയ്യും. ഏതായാലും അവരുടെ തൃശ്ശൂർ പൂരം ഇന്നലെയായിരുന്നു. സുരേഷ് ഗോപിയായിരുന്നു അവരുടെ നായകൻ.